എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 24 ശ്ലോകം 51, 52, 53, 54, 55, 56, 57 7 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. വസുദേവർക്ക് 7 ഭാര്യമാര് ഉണ്ടെന്ന് പറഞ്ഞു. അവരുടെയൊക്കെ മക്കളുടെ കാര്യം പറയുകയാണ്. ഓരോ ഭാര്യമാരിലും ഉണ്ടായിട്ടുള്ള സന്താനങ്ങളുടെ കഥ പറയുന്നു. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഗംഗണപതയേ നമഃ. സംസരസ്വത്യേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 51. പുരുവിശ്രുതമുഖ്യാംസ്തു സാക്ഷാൽ ധർമ്മോ വസൂനിവ വസുദേവസ്തു ദേവക്യാം അഷ്ടപുത്രാൻ അജീജനൽ. സഹദേവയുടെ പുത്രന്മാര് പുരുവിശ്രുതൻ മുതലായവര്. ഈ 8 പേരും സാക്ഷാൽ ധർമ്മദേവന്റെ പുത്രന്മാരായ അഷ്ടവസുക്കൾ എന്ന പോലെ ഉത്തമന്മാരായിരുന്നു. ധർമ്മദേവന്റെ പുത്രന്മാരെ അഷ്ടവസുക്കള് ഉത്തമന്മാരാണ്. അവരെ പോലെ തന്നെയാണ് ഈ വസുദേവർക്ക് സഹദേവയിൽ ഉണ്ടായ 8 പുത്രന്മാര് എന്ന് പറയുന്നു. വസുദേവർക്ക് ദേവകിയില് 8 പുത്രന്മാരും ഉണ്ടായി. ദേവക്യാം അഷ്ടപുത്രാൻ അജീജനൽ. അവരുടെയൊക്കെ പേര് പറയാണ് അടുത്ത ശ്ലോകങ്ങളിൽ. കീർത്തിമന്ദം സുഷേണം ച ഭദ്രസേനം ഉദാരധീ ഋജും സമ്മർദ്ദനം ഭദ്രം സംഘർഷണമഹീശ്വരം അഷ്ടമസ്തു തയോരാസിൽ സ്വയമേവ ഹരിക്കില സുഭദ്രാ ച മഹാഭാഗ തവരാജൻ പിതാമഹി. കീർത്തിമാൻ, സുഷേണൻ, ഭദ്രസേനൻ, ഋജു, സമ്മർദ്ദനൻ, ഭദ്രൻ, സർപ്പരാജന്റെ അവതാരമായ സംഘർഷണൻ എന്നാണ് ഈ 7 പേരുടെ നാമധേയങ്ങൾ. അവരുടെ 8ാമത്തെ പുത്രനാകട്ടെ സാക്ഷാൽ ശ്രീഹരി തന്നെയാകുന്നു എന്ന് പറയുന്നു പരീക്ഷത്തിനോട് ശ്രീ സുഖബ്രഹ്മർഷി. ഹേ രാജൻ, അവരുടെ പുത്രിയായ സുഭദ്ര അങ്ങയുടെ പിതാവിന്റെ അമ്മയാകുന്നു. ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ സഹോദരി സുഭദ്രയാണ് അങ്ങയുടെ പിതാവിന്റെ അമ്മ. യഥാ യദേഹധർമ്മസ്യ ക്ഷയോ വൃദ്ധിശ്ച പാപ്മന തദാതു ഭഗവാൻ ഈശ ആത്മാനം സൃജതേ ഹരി. ഭഗവാന്റെ അവതാരത്തിനുള്ള കാലവും പ്രയോജനവും ഒക്കെ കാണിക്കുകയാണ്. അതൊക്കെ പറയണു. എന്തിനാണ് ഭഗവാൻ അവതരിച്ചത്, ഏത് സമയത്താണ്, ഏതേത് കാലത്ത് ലോകത്തില് ധർമ്മത്തിന് ക്ഷയവും അധർമ്മത്തിന് വൃദ്ധിയും ഭവിക്കുന്നുണ്ടോ അപ്പോ ദുഷ്കൃതികളെ നശിപ്പിക്കാനും സുകൃതികളെ സംരക്ഷിക്കാനുമായിട്ട് എല്ലാം ചെയ്യാൻ സമർത്ഥനും സർവ ഐശ്വര്യപരിപൂർണനും സാധുക്കളായ ഭക്തന്മാരുടെ സകല സന്താപങ്ങളെയും സംഹരിക്കുന്നവനുമായ ഈശ്വരൻ അവതരിക്കും. അതായത് അവതാര സമയത്തിലും ഐശ്വര്യപരിപൂർത്തിക്കോ ഈശ്വരത്വത്തിനോ ഒരു കുറവും വരില്ല. ഈശ്വരൻ അവതരിക്കുമ്പോൾ അതേ പരിപൂർണത അവതാര സമയത്തും ഉണ്ടാവും, അവതാരങ്ങൾക്കും ഉണ്ടാവും എന്ന് പറയണു. ഗീതയിൽ പറയണ്ടല്ലോ. അതാണ് ഇവിടെ പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്ന ആ ശ്ലോകം. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അതന്നെയാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. നഹ്യസ്യ ജന്മനോ ഹേതു കർമ്മണോ വാ മഹീപതേ ആത്മമായാം വിനേശസ്യ പരസ്യ ദ്രഷ്ടു ആത്മന. ജീവന്മാരുടെ ജന്മകർമ്മങ്ങൾക്ക് പ്രാചീന പുണ്യപാപകർമ്മങ്ങൾ കാരണമുള്ളതുപോലെ ഭഗവാനും കർമാധീനനായിട്ട് അവതരിക്കുന്നതാണ്.
അങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പൊ ഈശ്വരത്വം തന്നെ ഇല്ല എന്ന് വരില്ലേ? അതുകൊണ്ട് ഭഗവാന്റെ അവതാരത്തിന് കർമ്മമൊന്നും കാരണമല്ല, തന്റെ ഇച്ഛ തന്നെ കാരണം. നമ്മൾക്കൊക്കെ ജന്മത്തില് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഓരോന്ന് വരണത്? നമ്മള് പൂർവ്വജന്മത്തിൽ ചെയ്ത പാർവമാണോ പുണ്യാണോ അതിനനുസരിച്ച് വരും നമ്മുടെ. ഭഗവാൻ ഇതൊന്നുമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അതാ പറയുന്നത്, ഭഗവാൻ അത് കർമ്മമൊന്നും കാരണമല്ല, തന്റെ ഇച്ഛ. ആവശ്യം വരുമ്പോ ഭഗവാൻ ഇതാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി, ആ സമയത്ത് ഭഗവാൻ അവതരിക്കും. അതാണ് ഈ ശ്ലോകത്തിൽ പറയണു പരീക്ഷിത്ത് മഹാരാജാവിനോട്, ഹേ ഭൂപാല ശിഖാമണി, ഒന്നിനോടും ചേർച്ചയില്ലാതെ എല്ലാറ്റിൽ നിന്നും വിട്ടിരിക്കുന്നത് കൊണ്ട് അസംഗനും ജീവന്മാരുടെ പുണ്യപാപങ്ങൾക്കനുസരിച്ച് ഫലങ്ങളെ ദാനം ചെയ്യുന്ന പരമേശ്വരനും സർവത്ര പരിപൂർണനും സർവസാക്ഷിയുമായതുകൊണ്ട് ഭഗവാൻ ശരീരം സ്വീകരിക്കുന്നത് ലോകത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്, അല്ലാതെ കർമാധീനനായിട്ടല്ല. അപ്പോ സൃഷ്ടിസ്ഥിതി സംഹാര അനുഗ്രഹ ആ ലീലകള് നിർവഹിക്കുന്നതിനായിട്ട് തന്റെ മായയെ, ആ യോഗമായയെ സ്വീകരിച്ച് ഭഗവാൻ സ്വതന്ത്രനും സർവനേന്ദ്രതും ആയിട്ട് സൃഷ്ടികൾ നടത്തും. അതുകൊണ്ട് അവതാര നിമിത്തം ഈശ്വരത്വം ഇല്ല എന്ന് വരില്ല എന്നാണ് പറയുന്നത്. യന്മായാചേഷ്ടിതം പുംസ ചിത്യുൽപത്യപ്യയായ ഹി അനുഗ്രഹസ്തന്നിവൃത്തേ ആത്മലാഭായ ജക്ഷ്യതേ. ഏതൊരു ഭഗവാന്റെ മായാവ്യാപാരം ഉൽപ്പത്തി സ്ഥിതി ഇവയ്ക്ക് കാരണമായി തീരുന്നുവോ, അതേ മായ തന്നെ ഈ സംസാരത്തിന്റെ നിവൃത്തിക്ക് വേണ്ടിയുള്ള ഉപാധിയും ആയിത്തീരുന്നു. ആത്മലാഭത്തിന് അത് അനുഗ്രഹമായിട്ട് ഭവിക്കണം. അതുകൊണ്ട് ഈശ്വരാവതാരത്തിന് ഭഗവാന്റെ കാരുണ്യം മാത്രമാണ് കാരണം എന്നത് ആവർത്തിച്ചു പറയുന്നു. അക്ഷൗഹിണീനാം പതിഭി അസുരൈർനിർബലാഞ്ഛനൈ ഭുവ ആക്രമ്യമാണായ അപാരായ കൃതോദ്യമ. രാജാക്കന്മാരുടെ വേഷത്തിലിരിക്കുന്നവരും അനേകം അക്ഷൗഹിണി സൈന്യത്തിന്റെ അധിപന്മാരും എന്നാൽ അസുരന്മാരുമായ ഈ നൃപ ആഭാസന്മാര്, അങ്ങനെയാ പറയണത്, നൃപ ആഭാസന്മാരാൽ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഭൂമിയുടെ ഭാരം തീർക്കാൻ വേണ്ടി ഭഗവാൻ പരിശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് കൃഷ്ണാവതാരം ഉണ്ടായത്. വേഷമൊക്കെ കേമാണ്, പക്ഷെ അവര് ആസുരന്മാരെ പോലെയാണ് അവര് ഭരിച്ചിരുന്നത് രാജ്യം. അപ്പൊ അവരുടെ അങ്ങനെയുള്ള ആ രാജാക്കന്മാരുടെ അവര് ഭൂമിക്ക് വലിയൊരു ഭാരം തന്നെയാണ്. ആ ഭൂമിയുടെ ഭാരം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ ഭൂമിയിൽ അവതരിച്ചത് എന്ന് പറയുന്നു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.